തൃശൂർ DCC ഓഫീസിൽ മറ്റത്തൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റായി പാർട്ടിയിൽ സജീവമല്ലാത്ത ആളെ നിയമിച്ചെന്നാരോപിച്ചാണ് DCC ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. 1 മണിക്കൂറോളം പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രകാശ് ചേരുന്നു. സൂര്യ, DCC ഓഫീസിന് മുന്നിലുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയോ? എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് നിയമനത്തിനെതിരെയാണ് DCC ഓഫീസിന് മുന്നിൽ ഇന്ന് പ്രതിഷേധമുണ്ടായത്. ഈ DCC പ്രസിഡന്റ് ജോസഫ് താജറ്റിനെ മാറ്റുക, കോൺഗ്രസിനെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യ വിളികളും പ്ലക്കാർഡുകളുമൊക്കെ ഉയർത്തിയാണ് പ്രതിഷേധം നടന്നത്. മറ്റത്തൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരുമാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഈ മണ്ഡലം പ്രസിഡന്റായി നിയമിച്ച ഹസൻ എന്ന വ്യക്തി പാർട്ടി പോലും ഇല്ലാത്ത ആളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ പ്രതിഷേധിച്ചത്. ഒപ്പം ജോസഫ് താജ് രാജിവെക്കണമെന്നും അവർ ആവശ്യമുന്നയിക്കുന്നു. തുടർന്ന് കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു. ഉടനടി തന്നെ ഈ DCC ആളുകൾ പോലീസിനോട് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അറസ്റ്റ് ചെയ്താൽ പോലും കത്തിക്കുമെന്നായിരുന്നു ഈ പ്രതിഷേധക്കാരുടെ ഒരു പ്രതികരണം. തൃശൂർ ACP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഉടനെ സ്ഥലത്തെത്തുകയും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇതിനിടെ പ്രതിഷേധക്കാർ പോലീസിനോട് വഴങ്ങാതെ വന്നപ്പോൾ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വന്നു. എന്നാൽ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, തങ്ങളുടെ തറവാട്ടിലേക്കാണ് വന്നിരിക്കുന്നതെന്നായിരുന്നു ഈ പ്രതിഷേധക്കാരുടെ മറുപടി. ഇപ്പോൾ സ്ത്രീകൾ അടക്കമുള്ള പ്രവർത്തകരെയാണ് പോലീസ് സംഭവ സ്ഥലത്ത് നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. സ്മിത, സൂര്യ, DCC ഓഫീസിൽ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ സമയത്ത്? ഈ സമയത്ത് DCC ഓഫീസിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ മറ്റ് വ്യക്തികളോ ആരും തന്നെ ഈ ഒരു സംഭവത്തിൽ ഇടപെട്ടിരുന്നില്ല. പക്ഷേ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമരക്കാരുടെ പ്രധാന ആവശ്യം മുതിർന്ന വ്യക്തികൾ ആരെങ്കിലും തന്നെ ഈ സമരം അവസാനിപ്പിക്കുള്ളൂ എന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്.